ദ ജേർണലിസ്റ്റിലേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ബി ജെ പിയെയും സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ്. എൽ ഡി എഫ് ഒരു ഭരണ തുടർച്ചയിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. 75-നും 90-നും ഇടയിൽ സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രത്യാശയാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ എൽ ഡി എഫിൻ്റെ സ്വന്തം ചാനലായ റിപ്പോർട്ടർ ചാനൽ 75-ലധികം സീറ്റുകൾ എൽ ഡി എഫിന് ലഭിക്കുമെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നു എന്ന നിർണായകമായ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ രാവിലെ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത് ചർച്ചയോട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ. അതേസമയം കോൺഗ്രസ് കേന്ദ്രങ്ങൾ, യു ഡി എഫ് കേന്ദ്രങ്ങൾ ഇതിലൊന്നും പതറുന്നില്ല. 100-ലധികം സീറ്റുകൾ ഞങ്ങൾ നേടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഭരണത്തിലേറാൻ തയ്യാറായിരിക്കുകയാണ് അവർ. അവർക്ക് മുന്നിലുള്ള ഒറ്റ ചോദ്യം മുഖ്യമന്ത്രി ആരാണ് എന്നത് മാത്രമാണ്. എന്തായാലും ആർക്കായിരിക്കും വിജയം, ആരാണ് കേരളം ഭരിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ ബി ജെ പി ഇത്തവണ തൂക്കുസഭയായിരിക്കും, ഞങ്ങൾക്ക് 10 സീറ്റിലധികം കിട്ടും, ഞങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന മട്ടിലൊക്കെ പലയിടങ്ങളിലായി പറയുന്നുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ പെർഫോമൻസും രാജീവ് ചന്ദ്രശേഖർജിക്ക് നേമത്ത് ഗ്രിപ്പ് നഷ്ടപ്പെട്ടു എന്ന വിവരവും അടക്കം പുറത്തു വരുമ്പോൾ ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതകളില്ല എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. എന്തായാലും കോൺഗ്രസ് പിടിക്കാൻ പോകുന്ന 100 സീറ്റുകൾ ഏതൊക്കെയാണ് എന്ന ചോദ്യം ഏറെക്കാലമായി സമൂഹത്തിൽ ഉയർന്നു വന്നിരുന്നു. കാരണം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നിരന്തരമായി പറയുന്നൊരു കാര്യമായിരുന്നു, 100-ലധികം സീറ്റുകൾ യു ഡി എഫിന് കിട്ടും, ഇല്ല എന്നുണ്ടെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നൊക്കെ അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അത്രയും വലിയൊരു കോൺഫിഡൻസ് കോൺഗ്രസിനുണ്ട് എന്ന് വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ ഏതൊക്കെ സീറ്റുകളാണ് കോൺഗ്രസ് പിടിക്കുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇന്റേണൽ ഗ്രൂപ്പിലാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ലിസ്റ്റ് വന്നിരിക്കുന്നത്. നോക്കുക, ആ ലിസ്റ്റ് പ്രകാരം 101 സീറ്റുകൾ യു ഡി എഫിന് ലഭിക്കും എന്നാണ് ആധികാരികമായി തന്നെ കെ പി സി സി അവരുടെ ഇന്റേണൽ ഗ്രൂപ്പിൽ, സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പങ്കുവച്ചിരിക്കുന്നത്. ഞാൻ ആ സീറ്റുകൾ ഏതൊക്കെയാണ് എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തുകയാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ടും പ്രേക്ഷകരെ കാണിക്കുകയാണ്. കാസർഗോഡ് 5-ൽ 4 സീറ്റും യു ഡി എഫിന് ലഭിക്കുമെന്നാണ് കെ പി സി സി പറയുന്നത്, അവരുടെ ഗ്രൂപ്പിൽ പറയുന്നത്. കെ പി സി സിയുടെ പേരിലുള്ള ഇന്റേണൽ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഗ്രൂപ്പാണ്, ഫേസ്ബുക്ക് പേജാണ്, അതിനകത്താണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം എം കെ അഷ്റഫ് മുസ്ലിം ലീഗ്, കാസർഗോഡ് കല്ലട മൈൻ ഹാജി മുസ്ലിം ലീഗ്, ഉദുമ കെ നീലകണ്ഠൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, തൃക്കരിപ്പൂർ സന്ദീപ് വാര്യർ, ഇത്രയും വിജയങ്ങളാണ് കാസർഗോഡ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കാസർഗോഡ് 4 സീറ്റ്, കണ്ണൂരിലും 11-ൽ 4 ഉറപ്പിച്ചിരിക്കുകയാണ്. ഇരിക്കൂറിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, അഴീക്കോട് കരീം ചേലേരി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ്, കണ്ണൂർ ടി ഒ മോഹനൻ കോൺഗ്രസ്, പേരാവൂർ സണ്ണി ജോസഫ്. അങ്ങനെ കണ്ണൂർ കഴിയുമ്പോൾ 8 സീറ്റുകൾ നേടുന്നു. വയനാട്ടിൽ 3-ൽ 3 പിടിക്കും. മാനന്തവാടി ഉഷാ വിജയൻ INC, സുൽത്താൻ ബത്തേരി IC ബാലകൃഷ്ണൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കൽപ്പറ്റ ടി സിദ്ദിഖ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അങ്ങനെ 11 സീറ്റ്. കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ 13-ൽ 10 സീറ്റും പിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. വടകര KK രമ RMP, കുറ്റ്യാടി പാറക്കൽ അബ്ദുള്ള IUML, നാദാപുരം KM അഭിജിത്ത് INC, കൊയിലാണ്ടി അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ കോൺഗ്രസ്, പേരാമ്പ്ര അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയ മുസ്ലിം ലീഗ്, എലത്തൂർ വിദ്യാ ബാലകൃഷ്ണൻ INC, കോഴിക്കോട് സൗത്ത് ഫൈസൽ ബാബു മുസ്ലിം ലീഗ്, കുന്നമംഗലം MA റസാഖ് മാസ്റ്റർ മുസ്ലിം ലീഗാണ്, കൊടുവള്ളി PK ഫിറോസ്, തിരുവമ്പാടി CK കാസിം, ഇവർ 4 പേരും ഫാത്തിമ തെഹലിയയും കുറ്റ്യാടി പാറക്കൽ അബ്ദുള്ളയും അടക്കം 6 സീറ്റുകൾ മുസ്ലിം ലീഗിനും 4 സീറ്റുകൾ കോൺഗ്രസിനും കോഴിക്കോട് നിന്ന് ലഭിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ 21 സീറ്റ്, 4 ജില്ലകൾ കഴിയുമ്പോഴേക്കും 21 സീറ്റുകളിലെ മുന്നേറ്റം കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് പറയുന്നത്. മലപ്പുറത്ത് 16-ൽ 16 യു ഡി എഫ് പിടിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്ക്. കൊണ്ടോട്ടി TP അഷ്റഫ് അലി മുസ്ലിം ലീഗ്, ഏറനാട് PK ബഷീർ മുസ്ലിം ലീഗ്, നിലമ്പൂർ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസ്, വണ്ടൂർ AP അനിൽകുമാർ കോൺഗ്രസ്, മഞ്ചേരി M റഹമത്തുള്ള മുസ്ലിം ലീഗ്, പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം മുസ്ലിം ലീഗ്, മങ്കട മഞ്ഞളാംകുഴി അലി മുസ്ലിം ലീഗ്, മലപ്പുറം PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ്, വേങ്ങര KM ഷാജി മുസ്ലിം ലീഗ്, വള്ളിക്കുന്ന് TV ഇബ്രാഹിം, തിരൂരങ്ങാടി PMA സമീർ, താനൂർ PK നവാസ്, തിരൂർ കുറുക്കോളി മൊയ്തീൻ, കോട്ടക്കൽ ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരെല്ലാം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ്. തവനൂരിൽ VS ജോയ് കോൺഗ്രസിന്റെ VS ജോയ് ജയിക്കുമെന്ന് പറയുന്നു. പൊന്നാനിയിൽ നൌഷാദ് അലി കോൺഗ്രസിന്റെ ജയിക്കും എന്ന് പറയുന്നു. അങ്ങനെ 37 സീറ്റ് 5 ജില്ലകളിലേക്ക് വരുമ്പോൾ യു ഡി എഫിന് ലഭിക്കുന്നു. പാലക്കാട് 12-ൽ 5 സീറ്റും യു ഡി എഫിന് ലഭിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. തൃത്താല VT ബൽറാം,
പട്ടാമ്പി ടി പി ഷാജി രണ്ടുപേരും കോൺഗ്രസ്, മണ്ണാർക്കാട് എൻ ഷംസുദ്ദീൻ മുസ്ലിം ലീഗ്, പാലക്കാട് രമേശ് പിഷാരടി ജയിക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ചിറ്റൂരിൽ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കും. അവിടെ കെ കൃഷ്ണൻകുട്ടിയായിരുന്നു അവിടെ പ്രതിനിധീകരിച്ചിരുന്നത്. ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ അഡ്വക്കേറ്റ് മുരുകദാസാണ് മത്സരിക്കുന്നത്. മുരുകദാസിനെ മറച്ചിട്ടുകൊണ്ട് സുമേഷ് അച്യുതൻ ജയിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ 42 സീറ്റുകളിലേക്ക് UDF എത്തുന്നു. തൃശ്ശൂരിൽ 13-7 പിടിക്കുമെന്നാണ് പറയുന്നത്. മണലൂരിൽ TN പ്രതാപൻ INC, വടക്കാഞ്ചേരി വൈശാഖ് നാരായണസ്വാമി, ഒല്ലൂർ അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത്, തൃശൂർ രാജൻ ജെ പല്ലൻ എന്നിവരെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ്. ഇരിങ്ങാലക്കുട കേരള കോൺഗ്രസിന്റെ തോമസ് ഉണ്ണിയാടൻ ജയിക്കും എന്നാണ് പറയുന്നത്. LDF-ൽ നിന്ന് പിടിച്ചെടുക്കും എന്ന് പറയുന്നു. ചാലക്കുടി സനീഷ് കുമാർ ജോസഫ് INC, കൊടുങ്ങല്ലൂർ OJ ജനീഷ് ജയിക്കും എന്ന് കോൺഗ്രസ് പറയുന്നു. എറണാകുളത്ത് 14-14 മൃഗീയമായ ഭൂരിപക്ഷം, മൃഗീയമായ എറണാകുളം വേട്ട കോൺഗ്രസ് നടത്തും എന്നാണ് പറയുന്നത്. പെരുമ്പാവൂർ മനോജ് മൂത്തേടൻ, അങ്കമാലി റോജി എം ജോൺ, ആലുവ അൻവർ സാദത്ത്, കളമശ്ശേരി VE അബ്ദുൾ ഗഫൂർ, പറവൂർ VD സതീശൻ, വൈപ്പിൻ ടോണി ചമ്മണി, കൊച്ചി മുഹമ്മദ് ഷിയാസ്, തൃപ്പൂണിത്തറ ദീപക് ജോയ്, എറണാകുളം TJ വിനോദ്, തൃക്കാക്കര ഉമാ തോമസ്, കുന്നത്തുനാട് VP സജീന്ദ്രൻ, പിറവം അനൂപ് ജേക്കബ്, മൂവാറ്റുപുഴ മാത്യു കുഴൽനാടൻ, കോതമംഗലം ഷിബു തെക്കുംപുറം, കോതമംഗലത്ത് ഷിബു തെക്കുംപുറം അടക്കം ജയിക്കുമെന്നാണ് കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നത്. എനിക്ക് ഷിബു തെക്കുംപുറത്തിന്റെ കാര്യത്തിൽ സംശയങ്ങളുണ്ട്. കാരണം ഷിബു തെക്കുംപുറവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ തവണയും മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. ഇത്തവണയും ഷിബു തെക്കുംപുറത്തിന് അനുകൂലമായ ഒരു തരംഗം മണ്ഡലത്തിൽ ഉണ്ട് എന്ന് കരുതുന്നില്ല. പക്ഷേ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് ഷിബു തെക്കുംപുറം ജയിക്കുമെന്നാണ്. അങ്ങനെ ഇടുക്കിയിലേക്ക് എത്തുമ്പോഴേക്കും 63 സീറ്റുകൾ ലഭിക്കും എന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. ഇടുക്കിയിൽ 5-5 പിടിക്കുമെന്ന് പറയുന്നു. ദേവികുളം എഫ് രാജ, ഉടുമ്പൻചോല അഡ്വക്കേറ്റ് സേനാപതി വേണു, തൊടുപുഴ അപ്പു ജോൺ ജോസഫ്, ഇടുക്കി റോയ് കെ പൗലോസ്, പീരുമേട് അഡ്വക്കേറ്റ് സിറിയക് തോമസ്. കോട്ടയത്തേക്ക് വരുമ്പോൾ 9-7 പിടിക്കും എന്ന് പറയുന്നു. പാല മാണി സി കാപ്പൻ, കരുത്തുരുത്തി മോൻസ് ജോസഫ്, ഏറ്റുമാനൂർ നാട്ടകം സുരേഷ്, കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പുതുപ്പള്ളി ചാണ്ടി ഉമ്മൻ, ചങ്ങനാശ്ശേരി വിനു ജോബ്, പൂഞ്ഞാർ സെബാസ്റ്റ്യൻ MJ. ആലപ്പുഴയിലേക്ക് എത്തുമ്പോഴേക്കും കേവല ഭൂരിപക്ഷം കരസ്ഥമാക്കും UDF എന്നാണ് കോൺഗ്രസിന്റെ ഈ കണക്കിൽ പറയുന്നത്. അപ്പോൾ തന്നെ 75 സീറ്റുകളിൽ വിജയം കോൺഗ്രസ് പറയുന്നു. ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ 9-7 പിടിക്കും എന്നാണ് കണക്കുകൂട്ടൽ. അരൂർ ഷാനിമോൾ ഉസ്മാൻ, ആലപ്പുഴ AD തോമസ്, അമ്പലപ്പുഴ M ലിജു, കുട്ടനാട് ജേക്കബ് എബ്രഹാം, ഹരിപ്പാട് രമേശ് ചെന്നിത്തല, കായംകുളം M ലിജു, ചെങ്ങന്നൂർ AB കുര്യാക്കോസ് എന്നിവർ ജയിക്കും. പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോഴേക്കും 82 സീറ്റുകൾ UDF നേടുമെന്ന് പറയുന്നു. പത്തനംതിട്ടയിൽ തിരുവല്ല കുഞ്ഞുമോൻ, റാന്നി പഴകുളം മധു, ആറന്മുള അബിൻ വർക്കി, കോന്നി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, അടൂരിൽ ശാന്തകുമാർ എന്നിവർ 5-5 സീറ്റുകളും പത്തനംതിട്ടയിൽ കോൺഗ്രസ് നേടും അല്ലെങ്കിൽ UDF നേടും എന്നാണ് കണക്കുകൂട്ടൽ. കൊല്ലത്തേക്ക് വരുമ്പോൾ 11-8 സീറ്റുകളും പിടിച്ചെടുക്കും എന്നാണ് കോൺഗ്രസിന്റെ കണക്കിൽ പറയുന്നത്. കരുനാഗപ്പള്ളി CR മഹേഷ് ജയിക്കും, ചവറ ഷിബു ബേബി ജോൺ, കുന്നത്തൂർ ഉല്ലാസ് കോവൂർ, കൊട്ടാരക്കര ആയിഷ പോറ്റി, പത്തനാപുരം ജ്യോതികുമാർ ചാമക്കാല, പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ സമഗ്രാധിപത്യം കോൺഗ്രസ് തകർത്തെറിയും എന്ന് തന്നെയാണ് ഈ സർവേയിൽ പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ കണക്കുകൂട്ടലിൽ പറയുന്നത്. ചടയമംഗലം MM നസീർ, കുണ്ടറ PC വിഷ്ണുനാഥ്, കൊല്ലം ബിന്ദു കൃഷ്ണ. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ 14-6 പിടിക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. നെയ്യാറ്റിൻകര N ശക്തൻ, വാമനപുരം സുധീർ ഷാ പാലോട്, വട്ടിയൂർക്കാവ് K മുരളീധരൻ, തിരുവനന്തപുരം CP ജോൺ, അരുവിക്കര VS ശിവകുമാർ, കോവളം M വിൻസെന്റ് എന്നാണ് കണക്ക്. വട്ടിയൂർക്കാവിൽ ശ്രീലേഖയല്ല, K മുരളീധരൻ ജയിക്കും, BJPയെ അപ്രസക്തമാക്കും എന്ന് പറയുമ്പോഴും നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന BJP പ്രതീക്ഷ അത് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസും കണക്കുകൂട്ടുകയാണ്. അവിടെ നേമത്ത് ഒരു വിജയ പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു വിജയിക്കുന്നവരുടെ ലിസ്റ്റിൽ ശബരിനാഥിൻ്റെ പേരില്ല. എന്തായാലും ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണക്കുകൾ. ബേപ്പൂരിൽ PV അൻവർ ജയിക്കില്ല എന്നാണ്, അല്ലെങ്കിൽ ജയസാധ്യതയില്ല എന്നും ഈ സർവേയിൽ പറയുന്നുണ്ട്. സർവേ എന്ന് പറഞ്ഞുകൂടാ, കോൺഗ്രസിൻ്റെ ഇൻറ്റേണൽ കണക്കുകൾ അനുസരിച്ച് അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും 100 സീറ്റിലധികം നേടി തങ്ങൾ ജയിക്കുമെന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ UDF, പ്രത്യേകിച്ച് VD സതീശൻ ആവർത്തിച്ച് പറയുമ്പോൾ ഏതൊക്കെയാണ് ഇതെങ്ങനെയാണ് എന്നത് സംബന്ധിച്ച അവ്യക്തത ജനങ്ങൾക്കുണ്ടായിരുന്നു. അതിൽ ഒരു കൃത്യത വരുന്ന വിധത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് തങ്ങൾ വിജയിക്കാൻ പോകുന്ന മണ്ഡലങ്ങൾ എന്ന പേരിൽ 101 മണ്ഡലങ്ങളുടെ കൃത്യമായ ലിസ്റ്റ്, അതിൽ ആരൊക്കെ ജയിക്കുമെന്നത് സംബന്ധിച്ച കൃത്യമായ കണക്ക് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്.